അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് കണക്കിലെടുത്ത് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം. പഴയ ചാനലിൽ ട്രാവലോഗും ഗപ്പി വളർത്തലും ടീച്ചിങ്ങും എല്ലാം കൂടി ഒരുമിച്ചായതുകൊണ്ട് ഒരു അവിയൽ പരുവത്തിലായിരുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ക്ലാസ്സുകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് പലരും അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഇന്ന് മുതൽ ഇനിയുള്ള എല്ലാ ക്ലാസ്സുകളും ഈ ചാനലിലൂടെ ആയിരിക്കും ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് പഴയ ക്ലാസ്സുകളുടെ ആരെങ്കിലും പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പഴയ ക്ലാസ്സുകളുടെ വീഡിയോസ് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് ലിങ്ക് വഴി ആ ക്ലാസ്സുകൾ വാച്ച് ചെയ്യാം. അതിൻ്റെ വീഡിയോസിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും, പക്ഷേ കണ്ടൻറ് ഈസ് റിയലി വെരി ഗുഡ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന കണ്ടൻ്റ് ആണെന്ന് എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ അത് നിങ്ങൾ കാണുക. അതിനുശേഷം ഈ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കാണുക. ഓക്കെ, so now we are moving to the third step of recombinant DNA technology, that is isolation and separation of DNA fragments by using gel electrophoresis technique. So what is the basis of this particular technique? So at the end of the second step we are having DNA molecules of different size. നമ്മുടെ കയ്യിൽ പല സൈസിലുള്ള DNA ഫ്രാഗ്മെൻറ്റുകൾ ഉണ്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എൻഡ് ചെയ്യുന്ന സമയത്ത്, അല്ലേ? അപ്പോൾ ഈ പല സൈസിലുള്ള DNA ഫ്രാഗ്മെൻറ്റ്സിനെ നമുക്ക് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു DNA ഫ്രാഗ്മെൻറ്റിനെ നമുക്ക് വേർതിരിച്ചെടുക്കണം. അതിനാവശ്യമായ ടെക്നോളജിയാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ജെൽ ഇലക്ട്രോഫോറസിസ്. സോ എന്താണ് ജെൽ ഇലക്ട്രോഫോറസിസിൻ്റെ ബേസിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി നേച്ചർ ഓഫ് ദി DNA. So we all know that DNA is negatively charged, and the DNA being negatively charged, that migrate towards the positive anode when we apply an electric field. The DNA being negatively charged migrate towards the positive anode, and this movement is happening through a medium or matrix, and that matrix is made up of a special type of chemical called agar. And in first year we have already studied that agar is obtained from two major algae that belongs to rhodophyceae or red algae. രണ്ട് റെഡ് ആൽഗൽ മെമ്പേഴ്സിൽ നിന്നാണ് അഗർ നമുക്ക് കിട്ടുന്നത്, അല്ലേ? അത് ഏതൊക്കെയാണ്? അഗറോഫൈറ്റ്സ് ഏതൊക്കെയാണ്? ദേ ആർ ജെലിഡിയം ആൻഡ് ഗ്രാസിലേരിയ, അല്ലെ? എൻട്രൻസിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അഗർ ഈസ് ഒബ്റ്റെയിൻ ഫ്രം ഐദർ ഫ്രം ജെലിഡിയം ഓർ ഗ്രാസിലേരിയ. അതുകൊണ്ട് തന്നെ ഇവരെ അഗറോഫൈറ്റ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ രണ്ട് പേരും റെഡ് ആൽഗെ മെമ്പേഴ്സ് ആണ്, റോഡോഫൈറ്റ മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഈ റോഡോഫൈറ്റ്സിൽ നിന്നുമാണ് അഗർ ലഭിക്കുന്നത്. ഈ അഗറാണ് നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസിൽ മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അഗറോസ് അടങ്ങിയത് കൊണ്ട് ഈ ജെൽ ഇലക്ട്രോഫോറസിന് നമ്മൾ വേറൊരു പേര് കൂടി പറയും, അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്നും പറയാറുണ്ട്. അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ഇസ് എ ടെക്നിക് യൂസ്ഡ് ടു സെപ്പറേറ്റ് DNA ഫ്രാഗ്മെന്റ്സ് ഓഫ് വേരിയിങ് സൈസ്. സോ ഇനി എങ്ങനെയാണ് ഈ DNA മോളിക്യൂൾസ് മൈഗ്രേറ്റ് ചെയ്ത് പോസിറ്റീവ് ആനോഡിലേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ജെൽ ഇലക്ട്രോഫോറസിസിൻ്റെ ഒരു ഡയഗ്രാം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ this is actually a agarose plate or agarose പ്ലേറ്റിൽ അഗറോസ് ജെല്ല് കാസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ദീസ് ആർ കോൾഡ് വെൽസ്. ഇതിനെ നമുക്ക് വെൽസ് എന്ന് പറയാം. So wells are the regions where we load the DNA സാമ്പിൾസ് നമ്മൾ ലോഡ് ചെയ്യുന്ന ഏരിയാസ് ആണ് വെൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 4 വെൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരെണ്ണം കൂടി എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണ്, കാരണം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ദീസ് ആർ കോൾഡ് വെൽസ്. വെൽസ് ആർ ദ റീജിയൻ വെയർ വി അപ്ലോഡ് ദ DNA മോളിക്യൂൾ ഓർ ദ DNA സാമ്പിൾ ഫോർ ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ജെല്ല് നമ്മൾ കാസ്റ്റ് ചെയ്ത് വെക്കുന്നു. ആ കാസ്റ്റ് ചെയ്ത ജെല്ലിൽ വെല്ലുകൾ കാണും. ആ വെല്ലുകളുടെ
ഉള്ളിലേക്കാണ് നമ്മൾ DNA ലോഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ലോഡ് ചെയ്ത DNA നമ്മൾ ഇതിപ്പോൾ ഒരു ഇലക്ട്രോഫോറസിസ് യൂണിറ്റിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് വെക്കുന്നത് എങ്ങനെയാണ്? ഒരു ബഫർ കാണും. ആ ബഫറിൽ ഈ ജെൽ ഇലക്ട്രോഫോറസിസിന്റെ ജെല്ല് മുങ്ങിക്കിടക്കണം. ആ ബഫറിൽ മുങ്ങിക്കിടക്കുമ്പോഴാണ് നമ്മൾ ഈ വെല്ലുകളിലേക്ക് എന്ത് ചെയ്യുന്നത്? മൈക്രോ പിപ്പറ്റുകൾ ഉപയോഗിച്ചിട്ട് DNA സാമ്പിൾസ് ലോഡ് ചെയ്യുന്നത്. അങ്ങനെ DNA സാമ്പിൾസ് ലോഡ് ചെയ്യുമ്പോൾ നമ്മളൊരു ഡൈയും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഒന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. അപ്പോൾ ആ ഒരു ഡൈ, ഒരു ബ്ലൂയിഷ് കളർ ഡൈ നമ്മൾ യൂസ് ചെയ്യും. ആ ഡൈയും കൂടി ലോഡ് ചേർത്തിട്ടാണ് DNA സാമ്പിൾസ് ഈ ഓരോ വെല്ലുകളിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ തൊട്ട് അഞ്ചാമത്തെ വരെയുള്ള വെല്ലുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആദ്യത്തെ വെല്ല് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ 4 വെല്ലുകളിലും 2, 3, 4, 5 ആ 4 വെൽസിലും, അപ്പോൾ 2, 3, 4, 5 എന്ന് പറയുന്ന 4 വെൽസിലും നമ്മൾ DNA സാമ്പിൾസ് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഒന്നാമത്തെ വെല്ലിൽ നമ്മൾ നോർമലി ഒരു നോൺ മാർക്കറാണ് ആഡ് ചെയ്യാറ്. അപ്പോൾ നോൺ മാർക്കർ എന്ന് പറഞ്ഞാൽ മാർക്കറിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ മാർക്കറിൻ്റെ സൈസ് നമുക്കറിയാം. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഒരു മാർക്കർ ലോഡ് ചെയ്തിട്ടുണ്ടോ, മാർക്കറിൻ്റെ സൈസ് ഇപ്പോൾ ഇത് 500 KB ആണെന്ന് വിചാരിച്ചോ. KB മീൻസ് കിലോ ബേസ് പെയർ, ഓക്കെ, അല്ലെങ്കിൽ BP ബേസ് പെയർ. നമ്മൾ ഇപ്പോൾ DNA സൈസൊക്കെ നമ്മൾ പറയുമ്പോൾ കിലോ ബേസ് പെയർ അല്ലെ ബേസ് പെയർ സൈസിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ബേസ് പെയർ ആണെന്ന് വിചാരിച്ചു. ഒരു മാർക്കർ നമ്മുടെ കയ്യിലുണ്ട്. ആ മാർക്കറിൻ്റെ സൈസ് നമുക്കറിയാം, ഓരോ ബാൻഡിൻ്റെയും സൈസ് അറിയാം. സപ്പോസ് ഇതൊരു 500 BP ആണ്, ബേസ് പെയർ ആണ്. ഇത് 1000 ആണ്, 1000 ബേസ് പെയർ. ഇത് 1500, ഇത് 2000, 2500, then 3000, 3500, then 4000, 4500. സോ ഇത്രയും ഇത് നമുക്ക് നോൺ ആയിട്ട് അറിയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർക്കർ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മാർക്കർ നമുക്കറിയാം, മാർക്കറിൻ്റെ പൊസിഷൻസ് അറിയാം. ഇപ്പോൾ ഈ മാർക്കറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 500 ബേസ് പെയർ സൈസിലുള്ള ബാൻഡാണ്. അതായത് ഇതിന് നേരെ ഇവിടെ ഒരു ബാൻഡ് കണ്ടല്ലോ. അപ്പോൾ ദാറ്റ് മീൻസ് ഈ ബാൻഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 500 ബേസ് പെയർ ആണ്. അങ്ങനെ നമുക്കറിയാൻ പറ്റും. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ലോഡ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഇപ്പോൾ സപ്പോസ് 750 ബേസ് പെയർ ഉള്ള ഒരു ജീനാണ് നമ്മളുടെ ജീൻ. ആ ജീനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഇവിടെയും കൂടി ഒരു ബാൻഡ് ഞാൻ വരച്ച് ചേർക്കുകയാണ് ഫോർ എ റീസൺ. അതായത് നമ്മുടെ ഇൻസുലിൻ എടുക്കാം. ഇൻസുലിൻ ജീൻ്റെ അറൗണ്ട് ഒരു 2500 ബേസ് പെയർ ഒക്കെയാണ് ഇൻസുലിൻ്റെ സൈസ് എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നോക്കിയേ, നമുക്കറിയാം നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ഇപ്പം തന്നെ നമുക്ക് കണ്ടുപിടിച്ചു. ഏതാണ് നോക്കി, ഇതാണ് 2500 എന്ന് പറയുന്ന ബാൻഡ് ഇതാണ്. അപ്പോൾ ഇതിന് നേരെയുള്ള DNA ഏതാണോ നോക്കുക. 4 സാമ്പിൾസ് ഉണ്ട്. ആ 4 സാമ്പിൾസിൽ ഒരെണ്ണത്തിൽ മാത്രമേ ഈ ബാൻഡ് വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് പറയാം ഇത് ഏതാണ് നമ്മൾക്ക് ആവശ്യമുള്ള ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ഇനി ഇതിലൂടെ നോക്കുക, നമ്മൾ ഇവിടെയാണ് DNA സാമ്പിൾസ് ലോഡ് ചെയ്യുന്നത് അല്ലേ. സോ ആഫ്റ്റർ ലോഡിങ് ദ DNA സാമ്പിൾസ് വി ക്യാൻ സ്വിച്ച് ഓൺ ദാറ്റ് ഇലക്ട്രോഫോറസിസ് യൂണിറ്റ്. ഇലക്ട്രിസിറ്റി ഓൺ ചെയ്യുക. അപ്പോൾ ഇലക്ട്രിക് കറണ്ട് കൊടുത്തു കഴിയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ? DNA മൈഗ്രേറ്റ് ടുവേർഡ്സ് ദ പോസിറ്റീവ് ആനോഡ് അല്ലേ. DNA മൈഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് മൈഗ്രേറ്റ് ചെയ്യുമ്പം ദ DNA വിൽ ബി സെപ്പറേറ്റിംഗ് ഡിപ്പെൻഡിങ് അപ്പോൺ ഇറ്റ്സ് മോളിക്കുലർ സൈസ് അനുസരിച്ച് DNA സെപ്പറേറ്റ് ചെയ്യും. ദ ലാർജർ ദ മോളിക്യൂൾ ദാറ്റ് വിൽ സെപ്പറേറ്റ് ഫസ്റ്റ് ആൻഡ് ദ സ്മോളർ മോളിക്യൂൾസ് വിൽ ബി മൈഗ്രേറ്റിംഗ് ടുവേർഡ്സ് ദ ആനോഡ് ഓർ ടുവേർഡ്സ് ദ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ലാർജർ ആയിട്ടുള്ള DNA ഫ്രാഗ്മെന്റുകൾ ആദ്യം സെപ്പറേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവസാനം ജെല്ലിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും ഏറ്റവും ചെറുതായിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും അല്ല DNA ഫ്രാഗ്മെന്റ്സ് ആയിരിക്കും സെപ്പറേറ്റഡ് ആവുന്നത്. ആൻഡ് we cannot visualize these bands simply. നമുക്ക് സിമ്പിളായിട്ട് ഈ ബാൻഡുകളെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. DNA സാമ്പിൾസിനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഞാൻ പറഞ്ഞു, നമുക്ക് ഒരു ഡൈ ആഡ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? DNA മൈഗ്രേറ്റ് ചെയ്ത് എവിടെ വരെ എത്തി എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അപ്പോഴും നമുക്ക് DNA കാണാനായിട്ട് സാധിക്കത്തില്ല വിത്ത് അവർ നേക്കഡ് ഐ. സോ ദ DNA fragments will be separating here based on its molecular size അല്ലെങ്കിൽ based on the fragment size. അപ്പോൾ DNA fragment size അനുസരിച്ചാണ് ജെൽ ഇലക്ട്രോഫോറസിസിൽ സെപ്പറേറ്റഡ് ആവുന്നത്. The larger fragments will be separating in the first area. I mean larger the DNA fragment that will separate at first, and when it moves towards the lower side or towards the farther side of the gel,
the smaller molecules will be separating. So the smallest molecule will be separated at last in the gel. അപ്പോൾ നമുക്ക് ഒരു ഇപ്പോൾ സപ്പോസ് A B C എന്ന് പറയുന്ന 3 ബാൻഡുകൾ ഇവിടെ ഞാൻ ലേബൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ABC. ഇതിൽ ഏറ്റവും കൂടുതൽ മോളിക്കുലർ സൈസ് ഉള്ള DNA ഏതാണ്, ഏറ്റവും കുറഞ്ഞ മോളിക്കുലർ സൈസ് ഉള്ള DNA ഏതാണ്, ഏറ്റവും ആവറേജ് സൈസിലുള്ള DNA ഈ 3 എണ്ണം ലേബൽ ചെയ്തതിൽ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? ഏറ്റവും വലിയ DNA ഫ്രാഗ്മെന്റ് A ആണ്, ഏറ്റവും ചെറിയ DNA ഫ്രാഗ്മെന്റ് ഇവിടെ ഉള്ളത് C ആണ്. ഓക്കെ, പക്ഷേ ഏറ്റവും സ്മോളസ്റ്റ് ഏതാണ്? ഈ കാണുന്ന ബാൻഡാണ്. പക്ഷെ നമ്മൾ ABC കൊടുത്തിരിക്കുന്ന 1 2 3 ഇതാണ്. ഈ 3 ബാൻഡുകൾ മാത്രം വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 3 എണ്ണത്തിലെ ഏറ്റവും വലുത് ഏതാണ്? A is the largest DNA fragment and C is the smallest DNA fragment and B is an average sized DNA fragment. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി based on the molecular size of the DNA or based on the size of the DNA fragment, the DNA separates from top to bottom. So the larger molecules will be separating at the initial level and the smaller molecules or smaller fragments of DNA migrate towards the positive anode and the smallest one separates last. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് DNA കാണാൻ പറ്റുന്നത്? ഹൗ ക്യാൻ വി വിഷ്വലൈസ് ദ DNA മോളിക്യൂൾ? ദാറ്റ് ഈസ് പോസിബിൾ ഓൺലി ബൈ ആഡിങ് എ പെർട്ടിക്കുലർ ഡൈ ടു ഇറ്റ്. അപ്പോൾ DNA സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡൈ ആണ് എത്തിഡിയം ബ്രോമൈഡ്. എത്തിഡിയം ബ്രോമൈഡ്. അപ്പോൾ എത്തിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന കെമിക്കൽ ഡൈ വെച്ചിട്ടാണ് നമ്മൾ DNA സ്റ്റെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഹൈലി കാർസിനോജനിക് ആയിട്ടുള്ള ഒരു കെമിക്കലാണ്. ഇത് യൂസ് ചെയ്യുമ്പം ലബോറട്ടറിയിൽ ഗ്ലൗസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്ത് വളരെ സേഫ് ആയിട്ടാണ് ഈ കെമിക്കൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ എത്തിഡിയം ബ്രോമൈഡ് ഈസ് എ ഡൈ വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റെയിൻ ദ DNA ഫ്രാഗ്മെന്റ്സ്. അപ്പോൾ നമ്മൾ ഈ ജെല്ല് കംപ്ലീറ്റ് ആയിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ജെല്ലിനെ എത്തിഡിയം ബ്രോമൈഡ് സൊല്യൂഷനിൽ അല്ലെ എത്തിഡിയം ബ്രോമൈഡ് സ്റ്റെയിൻ ഉള്ള സൊല്യൂഷനിൽ നമ്മൾ ഇട്ട് വെക്കുന്നു. അപ്പോൾ ഇത് സ്റ്റെയിൻഡ് ആവുന്നു. അങ്ങനെ സ്റ്റെയിൻഡ് ആയിട്ട് സ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞ ജെൽ പീസിനെ നമ്മളൊരു ഗ്ലാസ് സർഫസിലേക്ക് വെച്ചിട്ട് UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്യുമ്പം വെരി ഇമ്പോർട്ടൻറ്റ്, UV ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ നോക്കുമ്പോഴാണ് വി ക്യാൻ സീ ദ DNA ഫ്രാഗ്മെന്റ്സ് ഇൻ ഓറഞ്ച് കളർഡ്, ബ്രൈറ്റ്ലി ഓറഞ്ച് കളർഡ് ബാൻഡ്സ്. So we can visualize the DNA samples as bright orange colored bands when we expose the DNA sample after treating it with ethidium bromide in presence of UV light. അപ്പോൾ UV ലൈറ്റിൻ്റെ സാന്നിധ്യത്തിൽ എത്തിഡിയം ബ്രോമൈഡിൽ സ്റ്റെയിൻ ചെയ്ത നമ്മളുടെ ജെൽ പീസിനെയാണ് നമുക്ക് എങ്ങനെ കാണാൻ പറ്റുന്നത്? നല്ല ബ്രൈറ്റ്ലി ഓറഞ്ച് കളേർഡ് ആയിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ജെൽ ഇലക്ട്രോഫോറസിസ് വഴി നമ്മൾ ഇപ്രകാരമാണ് നമുക്ക് DNA ഫ്രാഗ്മെന്റുകളെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞു ഐസൊലേഷൻ ഓഫ് ദി DNA ഓഫ് അവർ ഇൻട്രസ്റ്റ് ത്രൂ ജെൽ ഇലക്ട്രോഫോറസിസ് ടെക്നിക്. അപ്പോൾ ഇവിടെ DNA ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ ഓൾറെഡി ഐസൊലേറ്റ് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇപ്പോൾ ഇങ്ങനെ DNA ആ ഉണ്ടായിരുന്ന റെസ്ട്രിക്ഷൻ ഡൈജഷൻ വഴി കിട്ടിയ ആ അനേകം DNA മോളിക്യൂളുകളെ നമ്മൾ ജെൽ ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു മാർക്കറിന്റെ സഹായത്തോടു കൂടി നമ്മൾ നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ ലൊക്കേറ്റ് ചെയ്തു. നമ്മൾക്ക് അറിയാം നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, അതായത് ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ഇൻസുലിൻ ജീൻ ആണെന്ന് വിചാരിക്കാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമുക്ക് ഇൻസുലിൻ ജീൻ്റെ ഏകദേശം സൈസ് എന്ന് പറയുന്നത് 2500 ബേസ് പെയർ സൈസ് ആണ്. അപ്പോൾ നമുക്ക് ഈ പെർട്ടിക്കുലർ മാർക്കറിന്റെ സഹായത്തോടു കൂടി നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു 2500 ബേസ് പെയർ സൈസിൽ വരുന്ന ഒരൊറ്റ ബാൻഡ് മാത്രമേ സെപ്പറേറ്റഡ് ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ ബാൻഡ് എന്താണ്? ഇൻസുലിൻ ബാൻഡാണ്. ആ ബാൻഡിനെയാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ദാറ്റ് ഷുഡ് ബി റിമൂവ്ഡ് ഫ്രം ദ ജെൽ, അല്ലെ ദാറ്റ് ഷുഡ് ബി ഐസൊലേറ്റഡ് ഫ്രം ദ ജെൽ. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എലൂഷൻ. Now we have to isolate the gene of interest for cloning it into the vector. അല്ലെ, വെക്ടറിലേക്ക് ക്ലോൺ ചെയ്ത് റീകോംബിനന്റ് വെക്ടർ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് ഉള്ള സംഭവമാണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. അല്ലെ, ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്ക് ഇനി എന്ത് ചെയ്യണം? ജെല്ലിൽ നിന്നും വേർതിരിച്ചെടുക്കണം. സോ വി ക്യാൻ കട്ട് ഔട്ട് ദ DNA fragment of interest from the gel and the technique is called elution. അപ്പോൾ എലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ആവശ്യമായ DNA ഓഫ് ഇൻട്രസ്റ്റിനെ ജെൽ പീസിൽ നിന്നും കട്ട് ചെയ്ത് നീക്കം ചെയ്ത് അതിൽ നിന്നും
ബഫറുകളുടെ സഹായത്തോടെ ആ DNA ഓഫ് ഇൻട്രസ്റ്റിനെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എലൂഷൻ. നമുക്കിതെല്ലാം ഒന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. DNA being negatively charged, that will migrate towards the positive anode, and this movement is happening based on the molecular size. The larger fragment of DNA separate at initial level and the smaller one migrate towards the positive anode, that means migrate towards the last position of the gel. ഇപ്രകാരം നമ്മളുടെ DNA ഫ്രാഗ്മെന്റുകൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ we can visualize that DNA fragment after staining it with ethidium bromide. എത്തിഡിയം ബ്രോമൈഡ് വെച്ച് സ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ DNA മോളിക്യൂളുകളെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, DNA ഫ്രാഗ്മെന്റിനെ ബാൻഡുകളായിട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ എത്തിഡിയം ബ്രോമൈഡ് വെച്ച് ട്രീറ്റ് ചെയ്ത DNA സാമ്പിൾസ് അല്ലെങ്കിൽ ജെൽ പീസിന് നമുക്ക് എന്ത് ചെയ്യണം, UV ലൈറ്റിൽ എക്സ്പോസ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ, ബ്രൈറ്റ്ലി ഓറഞ്ച് കളേർഡ് ബാൻഡ്സ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്രകാരം സെപ്പറേറ്റഡ് ആയിട്ടുള്ള DNA സെപ്പറേറ്റ് ചെയ്ത ജെൽ പീസിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള DNA ഫ്രാഗ്മെന്റിനെ വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സാണ് എലൂഷൻ. അപ്പോൾ എലൂഷൻ സ്റ്റെപ്പിൽ നമ്മളുടെ DNA ഓഫ് ഇൻട്രസ്റ്റിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു, എന്നിട്ട് അതിനെ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ക്ലോണിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ദാറ്റ് മീൻ ഫോർ ദ ക്രിയേഷൻ ഓഫ് റീകോംബിനന്റ് DNA ടെക്നോളജി. അപ്പോൾ ഇതാണ് സെപ്പറേഷൻ ഓഫ് ദി DNA ഫ്രാഗ്മെന്റ്സ് ബൈ യൂസിങ് ജെൽ ഇലക്ട്രോഫോറസിസ് ടെക്നിക്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, ഇത് പുതിയ ചാനലാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം പ്രകാരം ആണ് ഇപ്രകാരം ക്ലാസ്സുകൾക്ക് വേണ്ടി മാത്രം ഒരു ചാനൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യുക. എല്ലാ സംശയങ്ങളും നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള, മുന്നേയുള്ള ക്ലാസ്സുകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. താങ്ക് യു.